പ്രവാസിയായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരാഗ്രഹം നാട്ടിലൊരു ചെറിയ വീട് വേണം എന്നുള്ളതായിരുന്നു. പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പല സോഷ്യൽ മീഡിയ വഴി പല ആൾക്കാരെയും ബന്ധപ്പെടുകയും പല ഡിസൈൻസുകൾ നോക്കുകയും അതിലിഷ്ടപ്പെട്ട ക്രയോ ഹോംസിൻ്റെ ഡിസൈൻ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സിംഗിൾ ഫ്ലോർ വീട് മതി എന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ അതാ ഞങ്ങളുടെ ഒപ്പീനിയൻ അവരോട് പറഞ്ഞു. അതേപോലെ തന്നെ ഇച്ചിരി ലൈറ്റും എയർ സർക്കുലേഷനൊക്കെ ഉള്ള ഒരു റൂം വേണമെന്നൊക്കെയായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അവർ ഞങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി തന്നു. ആദ്യമേ തന്നെ പ്ലാൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ പേരൻസിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു വീടിൻ്റെ പ്ലാൻ എങ്ങനെ അത്ര മനോഹരമാക്കാം എന്നുള്ളൊരു ഐഡിയ അവർ ഞങ്ങൾക്ക് തരികയും പിന്നെ ഞങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ബാക്കി ഈ വീട് പൂർത്തീകരിക്കാൻ അവർ ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും മാത്രമല്ല അവരുടെ സ്വന്തം വീടെന്ന പോലെ അവർ ഞങ്ങൾക്ക് വേണ്ടി അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ വർക്ക് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് 3D ഡിസൈൻ ചെയ്ത് തന്നായിരുന്നു. ആ 3Dയിൽ എങ്ങനെയാണോ അവർ ഡിസൈൻ ചെയ്തത് അത് തന്നെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് വ്യൂ ഔട്ട്കം അതായിരുന്നു. എന്തായാലും ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എന്ത് ഞങ്ങൾ കണ്ടോ അത് തന്നെ ഞങ്ങളുടെ മുമ്പിൽ കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ഈ വീട് 4 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ 4 ബെഡ്റൂമുണ്ട്, ഒരു ഹോള്, ഒരു ഫാമിലി ലിവിങ്, കിച്ചൺ. അവരോട് ഞങ്ങൾ 2-3 കാര്യങ്ങളാണ് റിക്വസ്റ്റ് ചെയ്തത്. ഒന്നാമതായി ഡൈനിങ് റൂമിൻ്റെ ഏരിയയിൽ നിന്ന് അല്പം മാറിയിട്ട് വേണം വാഷിംഗ് ഏരിയ കൊടുക്കാനെന്ന്. പിന്നെ രണ്ടാമത് നന്നായിട്ട് എയർ സർക്കുലേഷനും നാച്ചുറൽ ലൈറ്റും വീടിൻ്റെ അകത്തേക്ക് തന്നെ വരണം. അതേപോലെ തന്നെ വലിയ വിൻഡോസ്, റൂമിനെല്ലാം വലിയ വിൻഡോസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് തന്നു. ഈ വീടിൻ്റെ എല്ലാ ഭാഗവും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എവിടെയാണെങ്കിലും വൈകിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ ഞങ്ങൾ ഫാമിലിയായിട്ടൊരു വൈകിട്ടിരുന്ന് ചായ കുടിക്കുകയും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വേണമെങ്കിൽ അവിടെയാണെന്ന് പറയുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് നോ എന്നുള്ളൊരു വാക്ക് അവരുടെ ഡിക്ഷണറിയിലില്ല. എന്ത് പറഞ്ഞാലും അവർ ചെയ്തു തരാം അല്ലെങ്കിൽ ചെയ്തോളാം എന്ന് മാത്രമാണ് അവർ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മൾക്ക് ഒരു വർക്ക് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് 99.9% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ക്രയോ നല്ലൊരു ഭവനം വെക്കാൻ അവരെന്നെ സഹായിച്ചു. അവരോടുള്ള നന്ദി എപ്പോഴും എനിക്ക് ഉണ്ടായിരിക്കുന്നതാണ്.